ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 24 തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച S&P 500ഉം നാസ്ഡാക്കും ഇടിവിൽ തന്നെയായിരുന്നു. എൻവിഡിയ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റുകളും വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് നഷ്ടത്തിൽ തന്നെയായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ജൂൺ 22, അതായത് ശനിയാഴ്ചയാണ് 53ാമത് GST കൗൺസിലിൻ്റെ മീറ്റിംഗ് നടന്നത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ധാരാളം സ്റ്റോക്കുകളും സെക്ടറുകളും ഇന്ന് ഫോക്കസിൽ വരാനുള്ള സാധ്യതയുണ്ട്. ആ വാർത്ത നമ്മൾ വിശദമായി തന്നെ ഇവിടെ മാർക്കറ്റ് ന്യൂസിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണുക. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ ആദ്യമായി നമ്മൾ പറയുന്ന വാർത്ത ചരക്ക് സേവന നികുതി GST കൗൺസിലിന്റെ 53ാമത് യോഗം ജൂൺ 22 ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ഇനി GST നിരക്കുകളിലെ മാറ്റങ്ങൾ നോക്കാം. വിമാനങ്ങളുടെ ഭാഗങ്ങൾ, ഘടകങ്ങൾ, ടെസ്റ്റിംഗ് ഉപകരണങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് 5% IGST, എല്ലാ സ്റ്റീൽ, ഇരുമ്പ്, അലുമിനിയം, പാൽ ക്യാനുകളിലും 12% GST, കാർട്ടൺ ബോക്സുകൾ അതായത് കാർഡ്ബോർഡ് കൊണ്ടുള്ള കണ്ടെയ്നറുകൾക്ക് GST 18% നിന്ന് 12% കുറച്ചു. സോളാർ കുക്കറുകൾക്ക് 12% GST, പോൾട്രി മെഷീനറി പാർട്ടുകൾക്ക് 12% GST, സ്പ്രിംഗ്ലേഴ്സിന് 12% GST എന്നിങ്ങനെയാണ്. കൂടാതെ ഡിഫൻസ് ഇമ്പോർട്ട്സിന് ജൂൺ 30, 2029 വരെ IGST എക്സംഷൻ നീട്ടി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് കൂടി നമുക്കൊന്ന് നോക്കാം. തട്ടിപ്പ് തടയാൻ GST രജിസ്ട്രേഷനുമായി ബയോമെട്രിക് ആധാർ അവതരിപ്പിക്കുക. പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾക്കും വെയിറ്റിംഗ് റൂമുകൾക്കും മറ്റ് റെയിൽവേ സേവനങ്ങൾക്കുമുള്ള GST ഇളവുകൾ പുനഃസ്ഥാപിക്കുക. ഇത്രയുമാണ് 53ാമത് GST യോഗത്തിൽ വന്ന പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങൾ. GST മീറ്റിംഗിന് ശേഷം ഏതൊക്കെ സെക്ടറുകൾക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് കൂടി ഒന്ന് നോക്കാം. ഏവിയേഷൻ സെക്ടർ ഇമ്പോർട്ട് കോസ്റ്റ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ മെയിൻ്റനൻസും കമ്പനികളുടെ ഓപ്പറേഷണൽ എക്സ്പെൻസുകളും കുറയ്ക്കാൻ സഹായിക്കും. ഇത് ഏവിയേഷൻ സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പാക്കിംഗ് ഇൻഡസ്ട്രിയുടെ GST കുറവ് വരുത്തിയിരിക്കുന്നു, അതും പോസിറ്റീവായി തന്നെ കണക്കാക്കാം. സ്പ്രിംഗ്ലേഴ്സിൻ്റെ വില കുറച്ചത് അഗ്രികൾച്ചർ സെക്ടറിന് നല്ലതാണ്. ഡിഫൻസ് സെക്ടറുമായി ബന്ധപ്പെട്ട് IGST എക്സംഷൻ ലഭിച്ചത് പോസിറ്റീവായി തന്നെ കാണാം. ഈ പറഞ്ഞ സെക്ടറുകളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങളിൽ 15.3% വാർഷിക വളർച്ചാ നിരക്ക് മോർഗൻ സ്റ്റാൻലി പ്രവചിക്കുന്നു. ഇത് അടുത്ത 5 വർഷത്തിനുള്ളിൽ $1.45 ട്രില്യൺ ക്യുമുലേറ്റീവ് എക്സ്പെൻഡിച്ചറിലേക്ക് നയിക്കും. ഈ നിക്ഷേപ കുതിച്ചുചാട്ടം നിക്ഷേപക നിരക്ക് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും സുസ്ഥിരമായ ഉയർന്ന ഉൽപ്പാദന വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇൻഫ്രാസ്ട്രക്ചർ മേഖല ഇന്ന് ഫോക്കസിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു മുഖ്യമായ വാർത്ത ഈ 2 ദിവസം കൊണ്ട് പുറത്തു വന്നത് F&O സെഗ്മെന്റിൽ 30% ടാക്സേഷൻ ഏർപ്പെടുത്തിയേക്കാം എന്ന ഒരു വാർത്തയായിരുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുന്നില്ല, കാരണം ഒത്തിരിയേറെ മീഡിയാസിൽ ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അത്തരത്തിൽ ഒരു ടാക്സേഷൻ വരികയാണെങ്കിൽ അത് മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ ഉണ്ടാക്കും എന്ന കാര്യം സംശയമില്ല. എന്തായാലും നമുക്ക് അത്തരം ഒരു ടാക്സേഷൻ വരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ആണ്. 5000 കോടി രൂപയിൽ കവിയാത്ത മൊത്തം തുകയ്ക്ക് ഇക്വിറ്റി ഷെയറുകൾ നൽകി ഫണ്ട് സമാഹരിക്കുന്നതിന് കമ്പനി ബോർഡ് അംഗീകാരം നൽകി. അടുത്തത് IREDA ആണ്. ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് വഴി 1500 കോടി രൂപ കമ്പനി സമാഹരിച്ചു. അടുത്തതായി അവന്യൂ സൂപ്പർ മാർട്ട്സ് ആണ്. കമ്പനി പുതിയ ഒരു സ്റ്റോർ വിശാഖപട്ടണത്ത് ആരംഭിച്ചു. ഇതോടെ മൊത്തം സ്റ്റോറുകളുടെ എണ്ണം 370 ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചീനി മിൽസ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GNFC, HAL, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇൻഡസ് ടവേഴ്സ്, പിരാമൽ എന്റർപ്രൈസസ് എന്നിവയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ചില പരിശീലന പ്രക്രിയകളുടെ ഭാഗമായി ഈ ആഴ്ച നമ്മുടെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ എല്ലാ സ്റ്റുഡൻസും ഇതിനോട് സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബുദ്ധിമുട്ടുണ്ടായതിൽ ഖേദിക്കുന്നു. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്ക്, 53ാമത് GST കൗൺസിൽ മീറ്റിംഗ് ശനിയാഴ്ചയായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് ഈ തിങ്കളാഴ്ച തന്നെയാണ് ലഭിക്കുക. GST കൗൺസിൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. മറ്റ് ഇവൻസുകളിലേക്ക് വരാം. ആദ്യം ജൂൺ 25 ചൊവ്വാഴ്ച US ഹോം പ്രൈസസ് ഡാറ്റയാണ് വരുന്നത്. അന്നേ ദിവസം തന്നെ US ഫെഡ് ഒഫീഷ്യൽ സ്പീച്ചുണ്ട്. ബുധനാഴ്ച ജൂൺ 26 ഇന്ത്യ മണി സപ്ലൈ ഡാറ്റയും US ന്യൂ ഹോം സെയിൽസ് ഡാറ്റയും പുറത്തുവരും.
വ്യാഴാഴ്ച ജൂൺ 27-ന് യൂറോ ഏരിയ എക്കണോമിക് സെന്റിമെന്റ് ഡാറ്റയും US ബാങ്ക് സ്ട്രെസ് ടെസ്റ്റ്, ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ്, ജോബ്ലെസ് ക്ലെയിംസ് എന്നിവ US-ൽ നിന്നും വരുന്നുണ്ട്. വെള്ളിയാഴ്ച ജൂൺ 28-ന് ഇന്ത്യ ഗവൺമെന്റ് സ്പെൻഡിംഗ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഡാറ്റകളാണ് പുറത്തു വരുന്നത്. പ്രധാനപ്പെട്ടത് തന്നെയാണ്. US കോർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും അന്നേ ദിവസം തന്നെയാണ്. വരാനിരിക്കുന്ന ഈ ആഴ്ചയിലെ IPOസിന്റെ ഡീറ്റെയിൽസ് കൂടി പറയാം. അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലറീസ് ജൂൺ 25-ന് ഓപ്പൺ ആകുന്നു. ജൂൺ 25-ന് മറ്റൊരു IPO ഓപ്പൺ ആകുന്നത് വ്രാജ് അയൺ ആൻഡ് സ്റ്റീൽസ് ആണ്. അന്നേ ദിവസം ലിസ്റ്റ് ചെയ്യുന്ന ഒരു IPO ഡി പൈപ്പിംഗ് സിസ്റ്റംസ് ആണ്. വെള്ളിയാഴ്ച ജൂൺ 28-ന് ലിസ്റ്റ് ചെയ്യുന്ന IPO സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽസ് ആണ്. ഇനി നിഫ്റ്റിയിലേക്ക്, മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈ ആയ 22,667-ഉം മിഡ് ക്യാപ് ഇൻഡെക്സ് 55,855 എന്ന ഓൾ ടൈം ഹൈയും ടച്ച് ചെയ്ത ദിവസമായിരുന്നു വെള്ളിയാഴ്ച. എന്നാൽ നിഫ്റ്റി ബാങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ബാങ്കിംഗ് സൈഡിൽ HDFC ബാങ്കും SBIയും ടോപ്പ് ലൂസേഴ്സ് ആയി മാറി. JM ഫിനാൻഷ്യലിനെതിരെ സെബിയുടെ ചില നടപടികൾ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. JM ഫിനാൻഷ്യൽ 5% അന്ന് ഇടിഞ്ഞത്. IT സ്റ്റോക്കുകളും നേട്ടമുണ്ടാക്കി. നിഫ്റ്റി 23,501-ൽ 65 പോയിന്റ്സ് ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിഫ്റ്റിയിൽ ഒരു കൺസോൾട്ടേഷൻ ടെൻഡൻസി കാണിക്കുന്നുണ്ട്. കൂടാതെ ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷറും കാണാൻ കഴിയും. ഹയർ ലെവലിലെ സെല്ലിംഗ് പ്രഷറിനെ പറ്റി നമുക്ക് ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യണം. ആദ്യം നിഫ്റ്റി മെയ് 21-ന് ഓപ്പൺ ചെയ്തു. ഓൾ ടൈം ഹൈ ലെവലിൽ നിന്ന് ഏകദേശം 240 പോയിന്റ്സ് ആണ് അന്ന് ഇടിഞ്ഞത്. ഇനി മെയ് 20-ലേക്ക് വരാം. ഓപ്പണിംഗിൽ ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 210 പോയിന്റ്സ് നിഫ്റ്റി ഇടിഞ്ഞു. മെയ് 19-ന് പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. പക്ഷേ 215 പോയിന്റ്സ് ആണ് അന്ന് ഇടിഞ്ഞത്. പക്ഷേ മെയ് 18-ന്റെയും മെയ് 14-ന്റെയും ഓപ്പണിംഗിൽ നിന്നും ചെറിയ ഫോൾ മാത്രമാണ് നിഫ്റ്റിയിലുണ്ടായത്. 70 പോയിന്റ്സ് പ്ലസ് മെയ് 18-നും 120 പ്ലസ് പോയിന്റ്സ് മെയ് 14-നും നിഫ്റ്റി ഇടുകയുണ്ടായി. ഇനി നമുക്ക് ഈ 5 ദിവസം എടുക്കണമെന്നില്ല, 3 ദിവസം, കഴിഞ്ഞ 3 ദിവസം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം. നിഫ്റ്റി ഇപ്പോൾ 23,300-നും 23,600-നും ഇടയിലാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചാൽ മാത്രമേ നിഫ്റ്റിയുടെ ഒരു ഡയറക്ഷൻ നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ. അതുവരെ ഒരു ഇൻഡിസിഷൻ തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. ഈ ആഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ച് മന്ത്ലി എക്സ്പയറിയാണ്. കൂടാതെ ഫെഡ് ഒഫീഷ്യലുകളുടെ സ്പീച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലി വൊളറ്റൈലായ ഒരു വീക്ക് ആവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 24,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 23,300-ലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,600-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,800-ഉം. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 23,500 സ്ട്രൈക്കിൽ 39% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ വെറും 34% വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഷോർട്ട് ബിൽഡപ്പാണ്. അടുത്തത് 23,450 സ്ട്രൈക്കിൽ 38% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ്. 212% വർധനവ് കോൾ സൈഡിലുണ്ട്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ്, ശക്തമായ ഷോർട്ട് ബിൽഡപ്പാണ് അവിടെയുള്ളത്. അടുത്തത് 23,550 സ്ട്രൈക്കിൽ 40% വർധനവ് പുട്ട് സൈഡിൽ കാണാം. എന്നാൽ 142% വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കോൾ സൈഡാണ് കുറച്ച് കൂടുതൽ സ്ട്രോങ് എന്ന് വിലയിരുത്താം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,661-ൽ 121 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ആണ്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളതും ആ സ്ട്രൈക്കിൽ തന്നെയാണ്. ശക്തമായ അപ് ട്രെൻഡ് ഇനിയും തുടരണമെങ്കിൽ 52,000 എന്ന മാർക്ക് ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്തേ മതിയാകൂ. കൂടാതെ ഡൗൺ സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 51,000 പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. കാരണം കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിൽ റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലെവലും അതുതന്നെയാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.18-ൽ 1.24% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FII-DA ആക്ടിവിറ്റിയാണ്. FIIs 1,790 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 1,237 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റുകൾ S&P 500 നാസ്ഡാക്ക് ഇൻഡെക്സുകൾ വെള്ളിയാഴ്ച നേരിയ ഇടിവിൽ ക്ലോസ് ചെയ്തു. Nvidia ഷെയറുകൾ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇടിഞ്ഞു. ഇതോടെ S&P 500-ലെ സെക്ടറുകളിലെ ബിഗ്ഗസ്റ്റ് ലോസസ് ടെക്നോളജി സെക്ടറായി മാറി. കമ്മ്യൂണിക്കേഷൻ സർവീസസ് നേട്ടമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് പ്രവർത്തനം Nvidia കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. 7 ദശലക്ഷം കരാറുകളാണ് ഇന്നലെ ട്രേഡ് ചെയ്തത്. 5 വർഷം മുൻപ് ഓപ്ഷൻ കരാറുകൾക്കുള്ള മൊത്തം മാർക്കറ്റ് വോളിയത്തേക്കാൾ 3-4 മടങ്ങ് ഇരട്ടിയാണിത്.
S&P 500 കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വലിയ റാലിയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ റാലിയിൽ ഒരു പോസ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇപ്പോഴത്തെ ഈ വലിയ നേട്ടത്തിൽ വലിയൊരു പങ്കുള്ളത് AI സ്റ്റോക്കുകൾക്ക് തന്നെയാണ്. വലിയ വാല്യുവേഷനിലാണ് ആ AI സ്റ്റോക്കുകൾ ഉള്ളത് എന്നത് എക്കണോമിസ്റ്റുകളെ സംബന്ധിച്ച് ആശങ്കയിലാഴ്ത്തുന്നു. അടുത്തതായി വെള്ളിയാഴ്ച US ബിസിനസ് ആക്ടിവിറ്റി ജൂണിൽ 26 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇൻഫ്ലേഷൻ കൂൾ ഓഫ് ആകുന്നു എന്ന സൂചനകളാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. അടുത്തതായി റേറ്റ് കട്ടിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. LSEG ഡാറ്റ പ്രകാരം 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 58%. LSEGയുടെ ഫെഡ് വാച്ച് ഡാറ്റ അനുസരിച്ച് ഈ വർഷം തന്നെ 2 റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.01% ഇടിവിലാണ്. S&P 500 0.08% നേട്ടത്തിലും. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക് ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 1.13% ഇടിവിലും വിപ്രോ 0.17% ഇടിവിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ICICI ബാങ്ക് 0.29% ഇടിവിലും HDFC ബാങ്ക് 0.27% നേട്ടത്തിലും മേക്ക് മൈ ട്രിപ്പ് 1.98% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക്. യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ നേട്ടമുണ്ടാക്കിയതിന് പിന്നാലെ കഴിഞ്ഞ ആഴ്ച ഫ്രാൻസിലെ CAC 40 സൂചിക നേട്ടമുണ്ടാക്കി. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ UK മാർക്കറ്റ് FTSE 0.42% ഇടിവിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.56% ഇടിവിലും ജർമ്മൻ മാർക്കറ്റ് DAX 0.50 ഇടിവിലും സ്റ്റോക്ക് 600 0.69% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് DAX 0.11% ഇടിവിൽ, CAC 0.16% നേട്ടത്തിൽ, FTSE 0.10% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. ഓസ്ട്രേലിയയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകൾക്ക് മുന്നോടിയായി ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിലാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,463 എന്ന നിലയിലാണ്. 4 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഈ ഒരു നില വെച്ച് ഒരു 25 മുതൽ 30 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.14% നേട്ടത്തിൽ, തായ്വാൻ കോസ്പി മാർക്കറ്റുകൾ വലിയ ഇടിവിൽ തന്നെയാണ്. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞെങ്കിലും കഴിഞ്ഞ ആഴ്ച നേട്ടത്തിൽ തന്നെയായിരുന്നു. 2.9% നേട്ടമുണ്ടാക്കിയത്. ഓയിൽ പ്രൈസുകൾ വലിയ നേട്ടമുണ്ടാക്കിയ ആഴ്ച ആയതുകൊണ്ട് തന്നെ S&P 500 എനർജി സ്റ്റോക്കുകൾ 2.5% കഴിഞ്ഞ ആഴ്ച ഉയർന്നത്. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 84.07 എന്ന നിലയിലാണ്. 1.12% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $80.39 പെർ ബാരൽ എന്ന നിലയിൽ 0.42% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്ത വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആണ് എന്ന് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.